ഹേയ് ഗായ്സ്, എല്ലാവർക്കും ഡെമിൽ ക്രിയേഷൻസിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ ChatGPT കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ ടേക്ക് ഓവർ ചെയ്യിപ്പിക്കുകയാണ്. കോച്ചായിട്ട് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തു ChatGPT. അപ്പോൾ എങ്ങനെയായിരിക്കും ChatGPT പെർഫോം ചെയ്യുക, അതും ISL അല്ല, EFL ലീഗ് 2 എന്നിട്ടില്ല. പിന്നെ പ്രീമിയറിലേക്ക് പോകാൻ പറ്റുമോ, അതോ എവിടെയെങ്കിലും വെച്ച് സാക്കാവുമോ എന്നെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വീഡിയോൻ്റെ ഇടയിൽ എവിടെയെങ്കിലും വെച്ച് ChatGPT സാക്ക് ആവുകയാണെങ്കിൽ വീഡിയോ എൻഡ് ആവുന്നതായിരിക്കും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. നമ്മളെ ലൈക്ക് ടാർഗറ്റ് ഒരു 20 ലൈക്ക് ടാർഗറ്റ്. സിമ്പിൾ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സന്തോഷം. കൂടാതെ കമൻറ്റും ചെയ്യുക, കണ്ടൻറ്റ് ഐഡിയാസും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതും എല്ലാം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ സ്ക്വാഡ് ഇപ്പം ISL അതേ സ്ക്വാഡാണുള്ളത്, കഴിഞ്ഞ സീസണിലെ സ്ക്വാഡാണുള്ളത്. കാരണം ഗെയിം അപ്ഡേറ്റ് ആയിട്ടില്ല. C25 ഇറങ്ങുന്നതിൽ 24 ഈ സ്ക്വാഡാണുള്ളത്. അപ്പോൾ ഇവരെ വെച്ച് തന്നെയാണ് നമ്മൾ ലീഗ് 2ലേക്ക് EFL ലീഗ് 2ലേക്ക് പോകുന്നത്. നമുക്ക് നോക്കി നോക്കാം എങ്ങനെ നമ്മളെ GPT ഇത് സ്കൗട്ടിങ്ങും ട്രാൻസ്ഫേഴ്സെല്ലാം എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് സീസണിലേക്കുള്ള ഒരു 5 പ്ലെയേഴ്സിനെ ChatGPT നമ്മളിവിടെ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ നമ്മൾ GK ഒരു ലൂംലി, പിന്നെ സെക്കൻഡ് വൺ വരുന്നത് ഒരു മെക്കലൻ, പിന്നെ ഒരു റിയാൻ, പിന്നെ ഒരു കോസ്ഗ്രോ, പിന്നെ ഒരു എംബിൾട്ടൺ ആണ്. ഇവർ 5 പേരാണ് നമ്മൾ ഫസ്റ്റ് സീസണിലേക്കുള്ള പ്ലെയേഴ്സ്, റിക്രൂട്ട് ചെയ്തിട്ടുള്ള പ്ലെയേഴ്സ് ഇവരൊക്കെയാണ്. പിന്നെ ബാക്കിയുള്ള പ്ലെയേഴ്സ് നമ്മളെ ISLലെ കുറച്ച് പ്ലെയേഴ്സിനെ വെച്ച് തന്നെ നമ്മൾ ഫസ്റ്റ് സീസൺ കളിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സൈൻ ചെയ്യേണ്ട എല്ലാ പ്ലെയേഴ്സിനെയും, സോർട്ട് ചെയ്ത പ്ലെയേഴ്സിനെല്ലാം സൈൻ ചെയ്യുന്ന ഒന്ന് ചെറിയ 2x സ്പീഡിൽ, 2x അല്ല എന്നാലും സ്പീഡിൽ ഇതാ നിങ്ങൾ കണ്ട് കഴിഞ്ഞു. ഇത്രയില്ലു. നമ്മൾ സീസൺ 1ൻ്റെ ഫോർമേഷൻ 4-3-3 ഹോൾഡിംഗ് ഫോർമേഷനാണ് ChatGPT പറഞ്ഞത്. കൂടാതെ ഇതാണ് നമ്മളെ ലൈനപ്പ്. ഇതായിരിക്കും സ്റ്റാർട്ടിങ് 11. പിന്നെ സബിൽ ഒരു പ്ലെയർ മാത്രമാണ് എക്സ്ട്രാ ഒറിജിനൽ ടീമിലല്ലാത്ത പ്ലെയർ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മളെ ബ്ലാസ്റ്റേഴ്സ് കളിച്ച പ്ലെയേഴ്സാണ് ഉള്ളത്. അപ്പോൾ നമ്മളെ സീസൺ എൻഡായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടീം സ്റ്റാൻഡിങ്സ്, സസ്പെൻസ് പൊളിഞ്ഞു. ബ്ലാസ്റ്റേഴ്സ് ഓൾറെഡി ക്വാളിഫൈ ആയിട്ടുണ്ട്. ഡയറക്റ്റ് പ്രൊമോഷൻ ഉണ്ട്. EFL ലീഗ് 2 3 ടീംസ് ലീഗ് 1ലേക്ക് പോകും തോന്നുന്നു. അപ്പോൾ ഡയറക്റ്റ് പ്രൊമോഷൻ ആയിട്ടുണ്ട്. നമ്മളെന്തായാലും ഒരു 83 പോയിൻ്റ് എടുത്തിട്ടുണ്ട്. ആ 9 കളിയെ തോറ്റിട്ടുള്ളൂ. 72 ഗോൾ സ്കോർ ചെയ്തിട്ടുമുണ്ട്. നല്ലതാണ്. ഇനി നമ്മളെ സൈനിങ്സും അല്ലെങ്കിൽ നമ്മളെ മുൻ പ്ലെയേഴ്സും എല്ലാം എങ്ങനെയുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ChatGPT പറഞ്ഞ പ്ലെയർ പ്രത്യേകിച്ച് ഗോളൊന്നും സ്കോർ ചെയ്തിട്ടില്ല. ആകെ 4 അപ്പിയറൻസ് ആയിട്ടുള്ളൂ. പിന്നെ എപ്പോഴത്തെയും പോലെ നമ്മളെ ഡൈവൻ ഡെക്കോസ് തന്നെ നമ്മൾ ടോപ്പ് സ്കോറർ ആയിട്ടുണ്ട്. ഈ സീസണിൽ 20 ഗോളും 6 അസിസ്റ്റും ഉണ്ട്. ക്വാമി പേപ്പർ 5 ഗോൾ അടിച്ചിട്ടുണ്ട്. നമ്മളെ ലൂണ എത്ര അടിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം. ജസ്റ്റിൻ ഇമ്മാനുവലിന് അത്യാവശ്യം നല്ലോണം പ്ലേയിങ് ടൈം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും മറ്റേ ChatGPT സൈൻ ചെയ്ത ചങ്ങായിക്ക് കിട്ടാണ്ടിരുന്നത് ടൈം. ലൂണയും പിന്നെ എപ്പോഴത്തെയും പോലെ തന്നെ 9 ഗോളും 6 അസിസ്റ്റും ഉണ്ട്. പിന്നെന്താണ്, നമ്മളെ ഫസ്റ്റ് സീസൺ അവസാനിക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ് പ്രൊമോഷനായിട്ട് EFL ലീഗ് 1ലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് EFL ലീഗ് 1 കാണാം. നമ്മളെ സെക്കൻഡ് സീസൺ അത് EFL ലീഗ് 1ലേക്ക് നമ്മൾ പ്രൊമോട്ടായി. ഇതാണ് നമ്മളെ സ്റ്റാർട്ടിങ് 11 വരുന്ന സെക്കൻഡ് സീസണിലേക്ക്. നമ്മൾ ചേഞ്ച് വരുത്തിയില്ലത് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം നമ്മളെ ലെഫ്റ്റ് വിങ് കളിക്കുന്ന ഒരു മിച്ചൽ എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയർ കൊണ്ടുവന്നു. പിന്നെ സ്ട്രൈക്കറായിട്ട് നമ്മൾ കോബൺ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലെയർ, പിന്നെ കെല്ലി, റോബേഴ്സൺ, ഇവരെയാണ് നമ്മൾ പുതിയ സീസണിലേക്ക് വരുത്തിച്ചവർ. ഈ 4 പേര്. ഇവരിനി എന്ത് മാറ്റം ഉണ്ടാക്കും, നമ്മൾ ഡയറക്റ്റ് പ്രൊമോഷനാവോ അല്ല നമുക്ക് സീസൺ സിമ്മ് ചെയ്തതിന് ശേഷം കാണാം. അപ്പോൾ നമുക്ക് സീസണിൽ സിമ്മ് ചെയ്ത് നോക്കാം. അപ്പോൾ സെക്കൻഡ് സീസൺ എൻഡായിട്ടുണ്ട്. പരിതാപകരമാണ് നമ്മളെ കാര്യം. ബ്ലാസ്റ്റേഴ്സ് വെറും 17ാം സ്ഥാനത്ത്. പിന്നെ റെലഗേറ്റ് ആയിട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും സന്തോഷിക്കുക. 17ാം സ്ഥാനത്തേക്ക് നമുക്ക് സ്ഥാനം കിട്ടിയിട്ടുണ്ട്. അടുത്ത സീസണിലും EFL ലീഗ് 1 തന്നെ തുടരാൻ വേണ്ടിയുള്ള സ്ഥാനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ 17ാം സ്ഥാനത്തിൻ്റെ ഒരു സങ്കടമാണ്. അടുത്ത തേർഡ് സീസണിലേക്ക് പോകാം. പ്രത്യേകിച്ച് ഞാൻ
പ്ലെയേഴ്സിൻ്റെ സ്റ്റാറ്റ്സ് ഒന്നും കാണിക്കുന്നില്ല. പിന്നെ കുറേ പ്ലെയേഴ്സ് ടീം വിട്ടുപോയി, ലൂണയും എല്ലാവരും വിട്ടുപോയി. അതൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഈ ഒരു സമയം കൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരം നെക്സ്റ്റ് സീസൺ. ഇപ്പോൾ ലീഗ് 1 നമ്മളെ ലീഗ് 1 രണ്ടാമത്തെ സീസണാണ് ഇത്. ടോട്ടൽ ChatGPTൻ്റെ 3 സീസൺ. അപ്പം ഈ 4 പ്ലെയേഴ്സിനെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഈ ഫസ്റ്റ് കാണുന്ന പ്ലെയർ ആൻ്റണീനെ കൊണ്ടുവരാൻ പറ്റില്ല, ലോണിലാണ് ചങ്ങായി. അപ്പോൾ ചങ്ങായിനെ കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ ബാക്കി 2 CBനെയും പിന്നെ ഒരു സ്ട്രൈക്കറി നമ്മളെന്തായാലും ടീമിൽ എത്തിച്ചിട്ടുണ്ട്. സോ പെട്ടെന്നൊരു ന്യൂസ്, ChatGPTനെ കോച്ചിന്ന് ടെർമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സ് ബോർഡ് കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്തു. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ക്ലബ്ബിൽ പോയിട്ട് നമുക്ക് എന്തായാലും ഈ സീസണിൻ്റെ അവസാനമെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഞാനെന്തായാലും ഈ സെർട്ടൺ യുണൈറ്റഡ് പറഞ്ഞ ടീമിൽ ജോയിൻ ചെയ്യാൻ നേരിട്ട് എന്തായാലും എൻഡ് ഓഫ് ദ സീസൺ കുറച്ചല്ലേ നമുക്ക് നോക്കണ്ടു സിം ചെയ്തിട്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഏത് സ്ഥാനത്താണ് നോക്കിയിട്ട് നമുക്ക് വീഡിയോ എന്തായാലും എൻഡ് ചെയ്യുക. സാക്ക് ചെയ്ത വീഡിയോ എൻഡ് ആവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആ പൊസിഷൻ നോക്കിയിട്ട് നമുക്ക് എൻഡ് ആക്കാം. അപ്പോൾ സീസൺ ഫുള്ളായി സിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 13ാം സ്ഥാനത്താണ് ഈ സീസണിൽ വന്നിട്ടുള്ളത്. പിന്നെ സാക്ക് ചെയ്തല്ലോ ChatGPTനെ, പിന്നെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പുതിയ വീഡിയോയിൽ ഇതുപോലെ എന്തെങ്കിലും ഏത് ക്ലബിനെ നെക്സ്റ്റ് ChatGPT ടേക്ക് ഓവർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സിനുള്ള മൈൽ സ്റ്റോണിലേക്ക് നിങ്ങൾക്കും ഒരു സബ്സ്ക്രൈബർ ആവാം. അപ്പം പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബായ്, സ്റ്റേ സേഫ്.